الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ 2 ദിവസം മുമ്പ് ഒരു വോയിസ് മെസ്സേജ് അയച്ചു. നമ്മളെ അങ്ങേയറ്റം വേദനിപ്പിച്ച ഒരാൾക്കെതിരെ പ്രാർത്ഥിക്കാൻ അനുവാദമുണ്ടോ? അയാൾക്കെതിരെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അപ്പോൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ അയാൾ സാമ്പത്തികമായിട്ട് പറ്റിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തൊരു ബന്ധുവുമായിട്ടുള്ള കച്ചവട ഇടപാടിൽ അയാൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു 10-30 ലക്ഷം അയാൾ കടക്കാരനായിരിക്കുന്നു. ഒരാൾക്കെതിരെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന ആ മനസ്സ് വിങ്ങിയിട്ടുള്ള ചോദ്യമുണ്ടല്ലോ പ്രിയപ്പെട്ടവർ, ആ ചോദ്യത്തിന് നല്ല കനമുണ്ട്, നല്ല ഭാരമുണ്ട്. ഒരു മനുഷ്യന്റെ നെഞ്ചു പൊട്ടുമ്പോൾ, അയാളുടെ കണ്ണീർ തുള്ളികൾ നിലത്ത് വീഴുമ്പോൾ, അയാളുടെ കൈകൾ ആകാശത്തേക്ക് ഉയരുമ്പോൾ ആ പ്രാർത്ഥനക്ക് വല്ലാത്ത മൂർച്ചയുണ്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തിന്റെ വിധികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം. അത് നിങ്ങളുടെ കൂട്ടത്തിലെ സമ്പന്നരിൽ നിന്ന് എടുക്കണം. അവരുടെ കൂട്ടത്തിലെ തന്നെ, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ദരിദ്രരായ ആളുകൾക്ക് അത് കൊടുക്കുകയും ചെയ്യണം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇയ്യാക വകറായിമൽ അംവാൽ ഫഇയ്യാക വകറായിമ അംവാലിഹിം. അവരുടെ സ്വത്തിലെ ഏറ്റവും വിശിഷ്ടമായത് മുആദെ നീ സൂക്ഷിക്കണം. സക്കാത്ത് സ്വീകരിക്കുമ്പോൾ അവരുടെ അടുക്കലുള്ള ഏറ്റവും വിശിഷ്ടമായത്, ഏറ്റവും അമൂല്യമായതല്ല ചോദിച്ച് പിടിച്ച് വാങ്ങേണ്ടത്. അത് സക്കാത്ത് കൊടുക്കുന്നവനോട് കാണിക്കുന്ന അക്രമാണ്. സക്കാത്ത് കൊടുക്കുന്നവരെ ഓരോ അടുത്തുള്ള ഏറ്റവും മോശമായതുമല്ല കൊടുക്കേണ്ടത്, അത് സക്കാത്തിന്റെ അവകാശികളോട് കാണിക്കുന്ന അക്രമമാണ്. ഇത് രണ്ടും ഒഴിവാക്കാനാണ് നമ്മുടെ ദീന് പറഞ്ഞത്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള തരമാണ് സക്കാത്തിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കേണ്ടത്. ഉദാഹരണത്തിന് 40 ആടുണ്ടെങ്കിൽ ഒരാൾ ഒരു ആടിനെ സക്കാത്തായിട്ട് കൊടുക്കണം. ഈ ആടുകളുടെ കൂട്ടത്തിൽ നല്ല തടിച്ചു കൊഴുത്ത നെയ്യൊക്കെയുള്ള ആടുണ്ടാകും, മെലിഞ്ഞുണങ്ങിയ ഒന്നിനും പറ്റാത്തതും ഉണ്ടാകും. ഇതിനെ രണ്ടിനെയല്ല സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്, അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ളതാണ് തെരഞ്ഞെടുക്കേണ്ടത്. ഇനി ഒരാൾ മുന്തിയ ഇനം അയാളുടെ ഇഷ്ടപ്രകാരം കൊടുക്കുകയാണെങ്കിൽ അതിൽ വിലക്കൊന്നുമില്ല, വിരോധമൊന്നുമില്ല, നല്ല കാര്യം, അയാൾക്ക് കൂടുതൽ കൂലി കിട്ടും. എന്നാൽ ചോദിച്ചു വാങ്ങി പിടിച്ചു വാങ്ങി
എടുക്കാൻ പറ്റൂല. വ ഇയ്യാക വ ഖറായിമ അംവാലിഹിം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വത്തഖി ദഅവത്തൽ മദ്ലൂം. ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന നീ സൂക്ഷിക്കണം. ഓന്റെ വിശിഷ്ടമായ മുതൽ നീ പിടിച്ചു വാങ്ങിയാൽ അത് ഓനോട് കാണിക്കുന്ന അക്രമമാണ്. അവൻ നിനക്കെതിരെ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയാൽ ആ പ്രാർത്ഥന മുആദേ നീ പേടിക്കണം. ഫഇന്നഹു ലൈസ ബൈനഹു വബൈന അല്ലാഹി ഹിജാബ്. ആ പ്രാർത്ഥനക്കും അള്ളാഹുവിനും ഇടയിൽ മറയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ആക്രമിക്കപ്പെട്ടവരുടെ പ്രാർത്ഥനകളിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ആ പ്രാർത്ഥനക്ക് നല്ല മൂർച്ചയാണ്, അതിന് നല്ല കനമുണ്ട്, നല്ല ഭാരമുണ്ട്. അള്ളാഹുവിനും ആ പ്രാർത്ഥനക്കും ഇടയിൽ മറയില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന അങ്ങാടി കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ അവിടെ ധാന്യം കൂട്ടിയിട്ടിട്ടുണ്ട്. ആ ധാന്യത്തിൽ നനഞ്ഞ ധാന്യം താഴെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ധാന്യത്തിന്റെ ഉള്ളിലേക്ക് കൈയൊന്ന് കടത്തി നോക്കി. അപ്പൊ ഉള്ളിൽ നനഞ്ഞിട്ടുണ്ട്, പുറത്ത് നനയാത്ത നല്ല ധാന്യമാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദാ യാ സാഹിബത്ത് ആം, ഇതെന്താണ്? ഉള്ളിലൊക്കെ നനഞ്ഞിട്ടുണ്ടല്ലോ. അസാബത്ഹു സമാ യാ റസൂലല്ലാഹ്, അത് നല്ല മഴ പെയ്തപ്പോ നനഞ്ഞതാണ് റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ നനഞ്ഞ ധാന്യം പുറത്തു വെക്കണം, അത് ബാക്കിയുള്ളവർ കാണട്ടെ, കണ്ടിട്ട് വാങ്ങുന്നവര് വാങ്ങിയാ മതി. മൻ ഗശ്ശ ഫലൈസ മിന്നി, ആര് വഞ്ചന കാണിക്കുന്നുവോ അവൻ എന്നിൽപ്പെട്ടവനല്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഒരാളെ പറ്റിക്കാൻ പറ്റുക? എങ്ങനെയാണ് ഒരാളോട് സാമ്പത്തികമായ ഇടപാടിൽ നമുക്ക് വഞ്ചന കാണിക്കാൻ പറ്റുക? ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു 2 മാസം യാത്ര ചെയ്തു ഒരു ഹദീസ് കിട്ടാൻ വേണ്ടിയിട്ട്. മദീനയിൽ നിന്ന് ഷാമിലേക്ക് 1 മാസം, ഷാമിൽ നിന്ന് തിരിച്ച് മദീനയിലേക്ക് 1 മാസം. ആ ഹദീസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു ഒട്ടകത്തെ വില കൊടുത്തു വാങ്ങി. അബ്ദുല്ലാഹിബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഹദീസ് ഏതാണെന്നറിയോ? നാളെ മനുഷ്യന്മാരെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും. യുഹ്ശറുന്നാസു യൗമൽ ഖിയാമത്തി ഉറാതൻ ഉർലൻ ബുഹ്മ. ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ടാവില്ല, ആരും വസ്ത്രം ധരിച്ചിട്ടുണ്ടാവില്ല, എല്ലാവരും വിവസ്ത്രരായിരിക്കും. ചേലാകർമ്മം ചെയ്തിട്ടുണ്ടാവില്ല, അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാകില്ല. എന്നിട്ട് അള്ളാഹു അവരോട് വിളിച്ചു പറയുന്നതാണ്, ഫയുനാദിഹിം ബിസൗത്തിൻ യസ്മഉഹു മൻ ബഅദ കമാ യസ്മഉഹു മൻ ഖറബ. അടുത്ത് നിൽക്കുന്ന ആൾക്കാർ എങ്ങനെയാണോ ആ ശബ്ദം കേൾക്കുന്നത് അതേപോലെ തന്നെ അകലെ നിൽക്കുന്ന ആളുകൾക്കും ആ ശബ്ദം കേൾക്കാൻ പറ്റുന്നതാണ്. അള്ളാഹുവിന്റെ ശബ്ദമാണത്. അള്ളാഹു ഖിയാമത്ത് നാളിൽ അവന്റെ അടിമകളോട് സംസാരിക്കും. അത് നമ്മുടെ അഖീദയാണ്, നമ്മുടെ വിശ്വാസമാണ്. വഅന്ന അല്ലാഹ തആല യുകല്ലിമുൽ ഇബാദ യൗമൽ ഖിയാമ ലൈസ ബൈനഹും വബൈനഹു തർജുമാൻ. അള്ളാഹു അവന്റെ അടിമകളോട് സംസാരിക്കും. അള്ളാഹുവിനും നമുക്കുമിടയിൽ ഒരു പരിഭാഷകൻ ഉണ്ടാവില്ല, ഒരു വിവർത്തകൻ ഉണ്ടാവില്ല. നമുക്ക് തിരിയുന്ന, നമുക്ക് മനസ്സിലാകുന്ന നിലയിലാണ് അള്ളാഹു നമ്മളോട് സംസാരിക്കുക. വൽ ഈമാനു ബിഹി വ തസ്ദീഖു ബിഹി, അത് നമ്മൾ സത്യപ്പെടുത്തണം, നമ്മൾ വിശ്വസിക്കണം. എന്നിട്ട് അള്ളാഹു എന്താണ് അവന്റെ അടിമകളോട് പറയുന്നതെന്ന് അറിയോ? അനൽ മലിക്, ഞാനാണ് രാജാവ്. അനദ്ദയ്യാൻ, ഇന്ന് ഞാനാണ് വിധി നടപ്പിലാക്കുന്നത്. ഒരു കുട്ടിക്ക് ഒരു അക്ഷരം ഉണ്ടാൻ പറ്റൂല. വലിയ വലിയ അഹങ്കാരികളും ധിക്കാരികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാകും. ഒരാൾക്ക് ചലിക്കണമെങ്കിൽ നമ്മുടെ റബ്ബിന്റെ അനുവാദം വേണം. എന്നിട്ട് അള്ളാഹു പറയുന്നതാണ്, നരകക്കാരനായ ഒരാളും നരകത്തിലേക്ക് പോകൂല. സ്വർഗക്കാരായ ആരുടെയെങ്കിലും അടുക്കൽ അവർക്ക് കിട്ടാനുള്ള എന്തെങ്കിലും അവകാശമുണ്ടെങ്കിൽ ആ അവകാശം ഞാൻ കൊടുത്തിട്ടല്ലാതെ സ്വർഗക്കാരനായ ഒരാളും സ്വർഗത്ത് പ്രവേശിക്കൂല. നരകക്കാരനായ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും അവകാശം കിട്ടാനുണ്ടെങ്കിൽ ആ അവകാശം ഞാൻ കൊടുത്തിട്ടല്ലാതെ. അത് അള്ളാഹുവിന്റെ നീതിയാണ്. അപ്പൊ സഹാബിമാർ ചോദിക്കും, അള്ളാഹുവിന്റെ റസൂലെ, നമ്മൾ വസ്ത്രം പോലും ഇല്ലാതെയാണ് അവിടെ നിൽക്കുന്നത്, നമ്മുടെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല, ചേലാകർമ്മം ചെയ്യാത്തവരായിട്ട് ഞങ്ങൾ അവിടെ അള്ളാഹുവിന്റെ മുമ്പ് നിൽക്കുമ്പോൾ എന്താ ഞങ്ങൾ എടുത്തു കൊടുക്കുക? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബിൽ ഹസനാതി വസ്സയ്യിആത്ത്. അവിടെ ഇടപാടുകൾ ദീനാറും ദിർഹമുകളും തമ്മിലല്ല, അവിടെ ഇടപാടുകൾ നിങ്ങളുടെ നന്മകളും തിന്മകളും തമ്മിലാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെ ഓർമ്മപ്പെടുത്തിയാൽ. ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ഈ ഹദീസിന് വേണ്ടിയിട്ടാണ് 2 മാസം യാത്ര ചെയ്തത്. ഒരു ഒട്ടകത്തെ പ്രത്യേകമായിട്ട് വില കൊടുത്ത് വാങ്ങിയത്. അതിന്റെ കൂടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു ഹദീസിന് സഹാബിമാർ കൊടുത്ത വില എത്രയാണ്? ഒരു ഹദീസ് നേരിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് 2 മാസം യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു സംഭവമാണോ?
അതിനു വേണ്ടിയിട്ട് ഒരു ഒട്ടകത്തെ വില കൊടുത്ത് വാങ്ങാന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിന് സഹാബിമാർ കൊടുത്ത മൂല്യം എത്രയാണ്, അവരുടെ മനസ്സിലുള്ള വില എത്രയാണ്, അറിവ് പഠിക്കാൻ അവർക്കുണ്ടായിരുന്ന താല്പര്യം എത്രയാണ്. അള്ളാഹു പറഞ്ഞ വാക്ക് നമ്മൾ ഒന്നുകൂടി അടിവരയിടുക. ഒരാൾക്കും നരകത്തിലേക്കും സ്വർഗത്തിലേക്കും പോകാൻ പറ്റൂല കൊടുക്കേണ്ട എല്ലാ അവകാശങ്ങളും തിരിച്ചു കൊടുത്തിട്ടല്ലാതെ. കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തവരും കച്ചവടത്തിൽ പാർട്ട്ണർമാരെ പറ്റിച്ചവരും എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണം. അന്തര സ്വത്ത് വീതം വെക്കുമ്പോ വേറൊരാളുടെ സ്വത്ത് നമ്മൾ കൈക്കലാക്കിയിട്ടുണ്ട് എങ്കിൽ, അതിലുള്ള മുതല് നമ്മൾ തട്ടിപ്പറിച്ച് വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അതിനൊക്കെ നമ്മൾ സമാധാനം പറയേണ്ടി വരും. ഇവിടുന്ന് എല്ലാം ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ അത് നല്ല സമാധാനാണ്. ഇവിടുന്ന് ആവുമ്പോ എന്തെങ്കിലുമൊക്കെ ഉള്ളത് വിറ്റ് പെറുക്കിയിട്ട് നമുക്ക് കൊടുക്കാം, മുതലും സ്വത്തൊക്കെ കൊടുത്ത് ഒഴിവാക്കാം. അവിടെ നിന്നാകുമ്പോ അവിടെ ദീനാറുകളും ദിർഹമുകളും ഉപകാരപ്പെടൂല. അവിടെ നമ്മൾ ഉറക്കൊഴിച്ച് നിസ്കരിച്ചതും നമ്മൾ കഷ്ടപ്പെട്ട് ഹജ്ജിന് പോയതും റമദാനിൽ പട്ടിണി കിടന്ന് നോമ്പെടുത്തതൊക്കെയാണ് അള്ളാഹു എടുത്തു കൊടുക്കുക. അത് എത്ര വലിയ ദുരന്തമായിരിക്കും, എത്ര വലിയ അപകടമായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുക. ഈ മുതലിന്റെ കാര്യത്തിലാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുക. മുതലിനോട് മനുഷ്യൻക്കുള്ള ഒരു ആർത്തി ഉണ്ടല്ലോ, വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. ആ സ്വത്തിനോട് മനുഷ്യർക്ക് വല്ലാത്തൊരു പ്രേമമുണ്ട്, ആ സ്വത്തിനോട് ഓൻക്ക് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. അങ്ങേറ്റത്തെ ഇഷ്ടം എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സംഗതിയൊക്കെ ശരിയാണ്, ആൾ ഉഷാറാണ്, സജീവാണ്. നമ്മളെ പള്ളിയിൽ ഒരു ഖുർആൻ ക്ലാസ് വെച്ചാൽ മൂപ്പരുണ്ടാകും, ഒരു ദർസ് നടക്കുകയാണെങ്കിൽ അവിടൊക്കെ അവരുണ്ടാകും, ആൾ ഉഷാറാണ്, സജീവാണ്. പക്ഷെ സാമ്പത്തിക രംഗത്ത് നമുക്ക് കണ്ട് അടുക്കാൻ പറ്റൂല, പറ്റ മോശമാണ് എന്ന് നമ്മളെ പറ്റിയിട്ട് ഒരാൾ പറയുന്നുണ്ട് എങ്കിൽ അത് വലിയ അപകടമാണ്. പ്രിയപ്പെട്ടവരെ, ദീൻ എന്ന് പറഞ്ഞാൽ അത് ഫജറിന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിലെത്തലും വലിയ നീണ്ട താടി വെക്കലും വെള്ളക്കുപ്പായിട്ട് നടക്കലും മാത്രമല്ല. ഇതൊക്കെ ദീനാണ്, ഇതൊക്കെ ദീനാണ്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഒരു കാഫിറായ മനുഷ്യനാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും ആ പ്രാർത്ഥന പോലും അള്ളാഹു സ്വീകരിക്കുന്ന പറഞ്ഞത്. അപ്പൊ നമ്മളെ കമ്പനിയിൽ ഒരു കാഫിറായ മനുഷ്യൻ, ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ ജോലി ചെയ്യുന്നുണ്ട്. 2 മാസം അവന് പണിയെടുത്തു, നമ്മൾ മര്യാദക്ക് ശമ്പളം കൊടുത്തിട്ടില്ല. ഓ മദ്ലൂമാൻ, ആക്രമിക്കപ്പെട്ടവനാണ്. അവൻ നമുക്കെതിരെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്കും അള്ളാഹു ഉത്തരം കൊടുക്കുന്ന പറഞ്ഞത്. മുസ്ലിം അല്ലാത്ത ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്കും അള്ളാഹു ഉത്തരം കൊടുക്കുന്ന പറഞ്ഞത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ലാ ഹുബ്ബൻ ലിൽ കാഫിർ വലാകിൻ ഹുബ്ബൻ ലിൽ അദ്ൽ. അത് കാഫിറിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അത് അദിലിനോട്, നീതിയോട് അള്ളാഹുവിനുള്ള ഇഷ്ടമാണ്, അള്ളാഹുവിനോടുള്ള ഹുബ്ബാൻ. അപ്പൊ നമ്മൾ കാരണം ഒരാള് സങ്കടപ്പെടുക, ഒരാൾ വിഷമിക്കുക, വേദനിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട വിഷയമാണ്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കുൻതും സലാസതൻ, നിങ്ങൾ 3 ആൾക്കാരാണെങ്കിൽ, ഫലാ യതനാജാ ഇസ്നാനി ദൂനൽ ആഖർ, മറ്റോനെ കൂട്ടാതെ നിങ്ങൾ 2 ആൾക്കാര് സ്വകാര്യം പറയാൻ പാടില്ല. മിൻ അജ്ലി അന്ന ദാലിക യുഖ്സിനുഹു, കാരണം അത് മറ്റോൻക്ക് വിഷമുണ്ടാക്കും, വേദന ഉണ്ടാക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലും ശ്രദ്ധിക്കാൻ പറഞ്ഞ ഒരു ദീനിന്റെ അനുയായികളാണ് നമ്മൾ. പിന്നെ എങ്ങനെയാണ് നമ്മൾ കാരണം വേറൊരാൾ സങ്കടപ്പെടുക, നമ്മൾ കാരണം വേറൊരാൾ വിഷമിക്കുക, നമ്മൾ കാരണം വേറൊരാൾ വേദനിക്കുക, നമ്മുടെ അടുക്കൽ നിന്ന് വേറൊരാൾക്ക് ഹക്ക് കിട്ടാൻ ബാക്കിയുണ്ടാവുക? അതുണ്ടാകാൻ പാടില്ല. അള്ളാഹു ദീനിന്റെ നിയമങ്ങൾ മുറുകെ പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദു. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. ബനു അബ്ദുൽ കൈസുകാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മദീനയിലേക്ക് വരികയാണ്. അപ്പൊ അവര് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല. അപ്പൊ നബിയെ കണ്ട ആവേശത്തിൽ ആ യാത്രാ സംഘം മദീനയിലെത്തിയ ഉടനെ എല്ലാവരും വാഹനപ്പുറത്തു നിന്നൊക്കെ ഇറങ്ങി ഓടി ധൃതിയിൽ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെല്ലാൻ.
ഭയങ്കര തിരക്കൂട്ടിയിട്ട് നബിയെ തൊടാനും നബിനെ കാണാനും ഒക്കെ അവർ ധൃതി കാണിക്കുകയാണ്. അപ്പൊ ആ കൂട്ടത്തിലുണ്ടായിരുന്ന അൽ മുൻദിർ അൽ അഷജ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇവരുടെ കൂടെ അങ്ങനെ തിരക്കൊന്നും പിടിച്ച് പിന്നാലെ കൂടിയില്ല. വളരെ സാവകാശം അദ്ദേഹത്തിന്റെ വാഹനപ്പുറത്തുനിന്ന് ഇറങ്ങി യാത്രയുടെ മുഷിഞ്ഞ വസ്ത്രമൊക്കെ മാറ്റി നല്ല വസ്ത്രമൊക്കെ കൊടുത്തിട്ട് സാവകാശം അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നു. അപ്പൊ മുൻദിർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫീക ഖുല്ലത്താൻ, മുൻദിർ, നിന്റെ അടുക്കൽ 2 കാര്യങ്ങളുണ്ട്. യുഹിബ്ബുഹുമല്ലാഹ്, ആ 2 കാര്യങ്ങളും അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. അൽ ഹിൽമു വൽ അനാത്ത്. ഒന്ന് ആ സാവകാശമാണ്, കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ആ ഒരു സാവകാശമാണ്. 2 ആ ഒരു ഹിക്മത്താൻ, അത് 2ഉം അള്ളാഹുവിന് ഇഷ്ടമാണ്. അപ്പൊ മുൻദിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അന അതഖല്ലഖു ബിഹിമാ അമില്ലാഹു ജബലനി അലൈഹിമാ, ആ 2 സ്വഭാവ ഗുണങ്ങളും ഞാൻ പരിശീലനത്തിലൂടെ സ്വയം നേടിയെടുത്തതാണോ അതല്ല അള്ളാഹു എനിക്ക് ഔദാര്യമായിട്ട് തന്നതാണോ? അപ്പൊ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജബലക അലൈഹിമാ ബലില്ലാഹു ജബലക അലൈഹിമാ, ആ 2 ഗുണങ്ങളും അള്ളാഹു നിനക്ക് ഔദാര്യമായിട്ട് തന്നതാണ്. അപ്പൊ മുൻദിർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ സ്തുതിച്ചു. ഈ ഹദീസ് നമുക്ക് കിട്ടുന്ന പാഠം, ചില സ്വഭാവങ്ങളൊക്കെ നമ്മൾ നന്നാക്കി എടുക്കേണ്ടതാണ്. അപ്പൊ ഞാൻ പരിശീലനത്തിലൂടെ സ്വയം നേടിയെടുത്തതാണോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ല, അങ്ങനെ പരിശീലനത്തിലൂടെ ഒരാൾക്ക് അയാളുടെ സ്വഭാവം ഒന്നും നന്നാക്കാൻ പറ്റില്ല, അത് അള്ളാഹു കൊടുക്കുന്നതാണ് എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ 2 സ്വഭാവങ്ങൾ അള്ളാഹു നിനക്ക് അങ്ങനെ തന്നിട്ടുള്ളതാണ്. ചില ആൾക്കാർ പറയും, എന്റെ സ്വഭാവം അങ്ങനെയാണ്, അത് മാറ്റാൻ കഴിയൂല, ഞാൻ അങ്ങനെ തന്നെയാണ്, പണ്ട് മുതലേ അങ്ങനെയാണ്, അങ്ങനെ ആകാൻ പറ്റൂല. ചില സ്വഭാവമൊക്കെ നമ്മൾ തിരുത്തണം, ചിലതൊക്കെ നമ്മൾ മാറ്റുകയും ചെയ്യണം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന ആളോട് പറഞ്ഞില്ലേ, എനിക്കൊന്ന് ഉപദേശം തരണം, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. വീണ്ടും ചോദിച്ചു, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. അല്ലെ, ദേഷ്യം വരും എന്നുള്ളത് മനുഷ്യന്മാരുടെ പ്രകൃതിയാണ്. എന്നാൽ ആ ദേഷ്യത്തെ പിടിച്ചു വെക്കാൻ പറ്റണം. അത് പരിശീലനത്തിലൂടെ കൂടി നേടിയെടുക്കാൻ കഴിയുന്ന സംഗതിയാണ്, പ്രാർത്ഥനയിലൂടെ കിട്ടുന്നതാണ്. നമ്മൾ ആരെങ്കിലും സ്വഭാവം നന്നാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കലുണ്ടോ? ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാരാണ്? ഇന്നക ലഅലാ ഖുലുഖിൻ അദീം കാന ഖുലുഖുൽ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനാണെന്ന് നമ്മുടെ ഉമ്മ ഐഷ ബീവി പറഞ്ഞത്. നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ ജന്നിബ്നി മുൻകറാത്തിൽ അഖ്ലാഖ് വൽ അഅമാൽ വൽ അഹ്വാ, അല്ലാഹുവേ മോശമായ സ്വഭാവത്തിൽ നിന്ന് നീ എന്നെ അകറ്റി നിർത്തണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. നമ്മൾ ആരെങ്കിലും നമ്മുടെ സ്വഭാവം നന്നാകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക. മീസാനിൽ നാളെ കനം തൂങ്ങുന്ന ഏറ്റവും വലിയ സംഗതി എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത് ഹുസ്നുൽ ഖുലുഖാൻ, നല്ല സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 വീടുകളെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, സ്വർഗത്തിലുള്ള 3 വീടുകൾ. അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന, സ്വർഗത്തിന്റെ താഴ്വരയിൽ ഒരു വീടിന് ഞാൻ ജാമ്യം നിൽക്കാം. ആർക്കാണത്? ലിമൻ തറക്കൽ മിറാ വഇൻ കാന മുഹിഖാ, ന്യായം അവന്റെ ഭാഗത്താണ്, എന്നിട്ടും അവൻ എന്ത് ചെയ്തു? തർക്കം ഒഴിവാക്കി. ഞാൻ വെറുതെ തർക്കിക്കുന്നില്ല, സത്യവും ന്യായമൊക്കെ ഓന്റെ ഭാഗത്താണ്, എന്നാലും ഓൻ ആ തർക്കം ഒഴിവാക്കി. ഓനക്ക് സ്വർഗത്തിന്റെ താഴ്വരയിൽ ഒരു വീടിന് ഞാൻ ജാമ്യം നിൽക്കാന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വബി ബൈത്തിൻ ഫീ വസത്തിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീടിന് ഞാൻ ജാമ്യം നിൽക്കാം. ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹ, തമാശക്കാണെങ്കിലും കളവ് ഒഴിവാക്കിയവനാണത്. വബി ബൈത്തിൻ ഫീ അഅലൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ ഒരു വീടിന് ഞാൻ ജാമ്യം നിൽക്കാം. ലിമൻ ഹസുന ഖുലുഖുഹു, ആരാണോ അവന്റെ സ്വഭാവം നന്നാക്കിയത് ഓർക്കുള്ളതാണ് ആ വീട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമ്മളൊക്കെ സ്വഭാവത്തെ പറ്റിയിട്ട് നമ്മൾ നല്ലോണം ചിന്തിക്കുക. നമ്മുടെ ഒപ്പം ജീവിക്കുന്നവർ, നമ്മുടെ വീട്ടുകാർ, നമ്മുടെ കുടുംബക്കാർ, ഓരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക എന്താ നമ്മളെ അവസ്ഥ. അബ്ദുല്ലാഹിബ്നു മുബാറക് റഹിമഹുല്ലാഹു തആലയുടെ ജൂതനായ അയൽവാസി, അയാളുടെ വീട് വിൽക്കാൻ വെച്ചു. അപ്പൊ ആൾക്കാരൊക്കെ വന്ന് കണ്ടു. ആ ജൂതനായ മനുഷ്യൻ ആ വീടിന് പറഞ്ഞ വില 2000 ദീനാറാണ്. അപ്പൊ വന്ന ആൾക്കാരൊക്കെ പറഞ്ഞു, ഇതിപ്പോ 1000 ദീനാറിന് തന്നെ തികയൂല, 1000 ദീനാറൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്, 2000 ദീനാറിന് ഈ വീടില്ലല്ലോ.
അപ്പൊ ആ ജൂതനായ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അൽഫുൽ ഇദ്ദാർ, 1000 ആ വീടിന്റെ വിലയാണ്. വഅൽഫുൽ ലിജിവാരി അബ്ദുല്ലാഹിബ്നു മുബാറക്, 1000 എന്റെ അയൽവാസിയായിട്ട് അബ്ദുല്ലാഹിബ്നു മുബാറക് ഉണ്ട്. അബ്ദുല്ലാഹിബ്നു മുബാറക്കിന്റെ അയൽവാസിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റും. അതിനാണ് 1000 ദീനാർ എന്നാണ് ആ ജൂതനായ മനുഷ്യൻ നൽകിയ മറുപടി. ഓരൊക്കെ മുസ്ലിങ്ങളായിരുന്നു. ഇസ്ലാമിന്റെ സ്വഭാവവും ഇസ്ലാമിന്റെ നിയമങ്ങളും ഇസ്ലാമിന്റെ പെരുമാറ്റവും നമ്മളൊക്കെ എത്ര പാലിക്കുന്നുണ്ട് എന്ന് വളരെ ഗൗരവത്തിൽ ആലോചിക്കുക. അള്ളാഹു നമ്മുടെയൊക്കെ സ്വഭാവം നന്നാക്കി തരട്ടെ. പെരുമാറ്റങ്ങളിൽ സൂക്ഷ്മത കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനെ നീ ഞങ്ങൾക്ക് പുറത്തു നൽകണമേ. അള്ളാഹുവെ, ഞങ്ങൾ രോഗികളായ ആളുകളുണ്ട്, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, കടം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, അവരുടെ കടങ്ങൾ നീ വീട്ടി കൊടുക്കണമേ റഹ്മാനെ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സമാധാനവും ശാന്തിയും നൽകണമേ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.